ശ്രീ അഞ്ജു പാർവതി, ഈ സർക്കാർ പരസ്യമായും രഹസ്യമായും പറഞ്ഞ പല കാര്യങ്ങളുടെ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കട്ടെ, പക്ഷെ അധ്യക്ഷ തന്നെ പറഞ്ഞു ഇത് സിനിമാ വ്യവസായ മേഖലയെ ഒട്ടാകെ ബാധിക്കും, പല കുടുംബങ്ങളും തകരും എന്നുള്ളത്. മാത്രമല്ല, ഈ തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കാൻ സാധിക്കില്ല. യാദൃശ്ചികമാണോ എന്നറിയില്ല. ഈ ഒരു വിഷയത്തിൽ ഹർജിക്കാരൻ അദ്ദേഹവും ഒരുപക്ഷെ കോടതിയെ ബോധിപ്പിച്ചത് ഈ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത, നമ്മളതിനെ സ്വകാര്യത എന്ന് പറയും, പക്ഷെ അങ്ങനെയാണെങ്കിലും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവർ മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ളതും, അത് യാദൃശ്ചികതയാണോ ഈ രണ്ട് സ്വരങ്ങളും ഒരേപോലെ ആയത് എന്നുള്ളത് അറിയില്ല. അതിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്ന് തോന്നുന്നു? ഇത്തരത്തിൽ ഈ ഒരു റിപ്പോർട്ട് ഏകപക്ഷീയമാണ്, അല്ലെങ്കിൽ ഈ പേര് വെളിപ്പെടുത്താത്തവർ വയ്ക്കുന്ന ആരോപണങ്ങൾ കഴമ്പില്ല എന്നുള്ളതൊക്കെ അതിലെത്രത്തോളം ഒരുപക്ഷെ ഒരു വിശ്വാസ്യതയുണ്ട്? സ്വകാര്യത, എല്ലാവരുടെയും സ്വകാര്യത മാനിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിലിപ്പോൾ ഞാനൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റി എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് സ്വകാര്യത എന്ന് പറയുമ്പോൾ ആരോപണം ആർക്കെതിരെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ WCCയുടെ തന്നെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയണം. എന്തുകൊണ്ടായിരിക്കും ഈ WCC എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ശരിക്കും നെഗറ്റീവായിട്ടുള്ളൊരിത് ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് അവരുടെ ഒരു ഇടപെടലുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഘടന തുടങ്ങിയത് തന്നെ സ്ത്രീ സമത്വം അല്ലെങ്കിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. സിനിമയിൽ മേഖലയിലുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി. പക്ഷേ പലപ്പോഴും വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യം, എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഇവർ ഒരുപോലെ നിന്നിട്ടുണ്ടോ? ഇവർക്ക് എപ്പോഴും ഇവരുമായിട്ട് ബന്ധം, അല്ലെങ്കിൽ അവർക്ക് ശത്രുപക്ഷത്ത് ഒരാളുണ്ടെങ്കിൽ ആ ശത്രുവിനെ നിലം പരിശാക്കാൻ വേണ്ടി മാത്രം ഒരു എന്താ പറയുക, ഒരു പട്ടാളം പോലെ അവരിങ്ങനെ നയിച്ചുകൊണ്ടിരിക്കും, അല്ലെ, ഒരു പോരാട്ടം. പക്ഷെ അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടപ്പെട്ടവർ ഇരയുടെ സ്ഥാനത്തല്ല വേട്ടക്കാരൻ്റെ സ്ഥാനത്ത് വരികയാണെങ്കിൽ പലപ്പോഴും അതിനെക്കുറിച്ച് വലിയ രീതിയിൽ കോലാഹലങ്ങളും ഒന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. ഇങ്ങനൊരു ഇവരിൽ നിന്ന് തന്നെ ഒരു ഇരട്ടത്താപ്പ് കണ്ടതുകൊണ്ടാണ് പൊതുസമൂഹത്തിന് ഈ സംഘടനയൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഉദാഹരണം പറയുവാണെങ്കിൽ മറ്റു വിഷയം എന്ന് പറയുമ്പോൾ ആ നടിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കോടതിയുമായിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്കത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ അവിടെയും അദ്ദേഹം കുറ്റാരോപിതനാണ്. കോടതി ആ കുറ്റം നമ്മുടെ എന്താ പറയുക ഒരാളെ അതാണ് എന്ന് തെളിയിക്കും വരെ ആരോപിതനാണ്. അപ്പം ആരോപിതന്മാർക്കും ശരിക്കും തീർച്ചയായും അവരുടെ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾക്കറിയാം ഒരുപാട് മീ-ടു കേസസ് വരുന്നുണ്ട്. ഇന്നത്തെ കാലങ്ങളിൽ ആർക്കെതിരെ വേണമെങ്കിലും നമുക്ക് ഒരു വൈരാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ആരോപണം ഉണ്ടാകാം, ആരോപണം ഉന്നയിക്കാം. അപ്പോൾ ആരോപണം ഉന്നയിച്ച് മീഡിയാസിൻ്റെ മുന്നിൽ നമ്മളങ്ങനെ ഇട്ടുകൊടുക്കുവാണ്. ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു പുരുഷന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കുറേ കഴിഞ്ഞിട്ട് നമുക്ക് വ്യക്തിവൈരാഗ്യം ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ആരോപണം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നഷ്ടപ്പെട്ട അയാളുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അയാൾക്കും അയാളുടേതായ ജീവിതമുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിൽ സ്വകാര്യത എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീക്കും ഒരുപോലെയാണ്. അപ്പോൾ ആരോപിത അല്ലെങ്കിൽ ആരോപണ വിധേയൻ അല്ലെങ്കിൽ വിധേയ എന്ന് പറയുമ്പം അവിടെയും രണ്ടുപേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ ഈ WCCയുടെ ഒരു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതിൻ്റെ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്കറിയാം ദളിത് ആക്ടിവിസ്റ്റിൻ്റെ അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ഇതാണ്. അവരെ പീഡിപ്പിച്ചു മറ്റൊരു നടൻ അതുമായിട്ട് ബന്ധപ്പെട്ട്, അത് എനിക്കൊന്ന് വെർബൽ ഇതായിരുന്നു, അസോൾട്ടായിരുന്നു കൂടുതലെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതേ നടന് ഇവർ WCCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘടന അവാർഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അടുത്ത സിനിമ ഡിക്ലെയർ ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഒരു ഗായകൻ, അദ്ദേഹം ഇപ്പോൾ വലിയൊരു നമ്മുടെ റാപ്പ് സിംഗറൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ പേരിലൊരു ആരോപണം വന്നപ്പോഴും ഇതേ രീതിയിൽ ഇപ്പം ഇവർ WCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് അവരുടേതായ ശരിക്കും അവർ തീരുമാനങ്ങളിൽ എന്താ പറയുക സുതാര്യമല്ല അവരുടെ തീരുമാനങ്ങൾ എന്നൊക്കെ പറയുമ്പം ചിലർക്കെതിരെ മാത്രം ഭയങ്കര വയലൻ്റ് ആവുക, ചിലർക്കെതിരെ സൈലൻ്റ് ആവുക എന്നുള്ള ഇതാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ നമ്മൾ കാസ്റ്റിംഗ് കൗച്ച് മാത്രമല്ല, അതിൽ സ്വകാര്യത അല്ലെങ്കിൽ ചിലപ്പം അതിൽ ബന്ധപ്പെട്ട ആൾക്കാർ പലരും, ഇതൊരു മാഫിയ ഉണ്ട് സിനിമയ്ക്കകത്ത് തന്നെ, ഒരുപാട് ലോബീസ് ഉണ്ട്. അപ്പോൾ പലരും പേടിച്ചാണ് അവസരം, എൻ്റെ പേര് പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്കിനി അവസരം, സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവസരങ്ങളുടെ ഇതാണല്ലോ, അപ്പോൾ അത് പേടിച്ചിട്ടാവാം സ്വകാര്യത പുറത്ത് വന്നു കഴിഞ്ഞാൽ പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ എല്ലാ മേഖലകളിലും അങ്ങനെയാണോ? കാരണം സിനിമയ്ക്ക് മാത്രം എന്തിനാണ് അങ്ങനെ ഒരു പ്രത്യേക ഒരു അവരുടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം എന്താണ് എന്ന് പൊതുസമൂഹം അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എവിടെയാണ്, ഏത് മേഖലകളിലാണ് ഇവർ പ്രശ്നങ്ങൾ നേരിടുന്നത്, ഏത് സംവിധായകൻ അല്ലെങ്കിൽ ഏത് ക്രൂസ് അവരോടൊപ്പം പോകുമ്പോഴാണ് ഇവർ പലപ്പോഴും ഇങ്ങനെ ഇത്തരം അത് കിടന്നു കൊടുത്താൽ മാത്രമേ അവസരമുള്ളൂ എന്നുള്ള ഭീഷണി ഉണ്ടാവുക. ഇതൊക്കെ നമ്മൾ അറിഞ്ഞു. കാരണം സിനിമ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ് ഉണ്ട്. നമുക്കറിയാം വളരെ വലിയൊരു വ്യവസായമാണ്, ഒരുപാട് ജീവിതങ്ങളെ ബാധിക്കുന്ന വലിയൊരു വ്യവസായമാണത്. പക്ഷെ അതോടൊപ്പം തന്നെയാണ് എല്ലാവർക്കും അവിടെ ഒരു
റൈറ്റ് വേണം. ചിലരുടെ ഇതിൽ പോകുമ്പോൾ സ്ത്രീകൾക്ക് എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ സ്ത്രീകൾ എന്ന് തന്നെ പറയുമ്പോൾ സിനിമാ മേഖലയിലുള്ള വലിയ വലിയ സെലിബ്രിറ്റീസ് മാത്രമല്ല, ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട്. അപ്പം അവരുടെ കാര്യങ്ങളും കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. വലിയ വലിയ സെറ്റുകളിലൊക്കെ, സിനിമാ സെറ്റുകളിൽ പോയപ്പോലും അവർക്ക് വസ്ത്രം മാറാനുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു കേട്ടുണ്ട്, ടോയ്ലറ്റ് ഇഷ്യൂസ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവണ്ടല്ലോ. അപ്പം ഇതൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എന്ന് പൊതുസമൂഹത്തിന് അറിഞ്ഞാൽ മാത്രമല്ലേ അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ വരൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്വകാര്യത എന്നുള്ളൊരു കാര്യം മാത്രം വെച്ചിട്ട് പലതും വെളിയിൽ വരണ്ട എന്നുള്ള ഭയം, അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. യെസ്.